2023 സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു തമിഴ് മൂവിയാണ് ജോ എന്ന് പറഞ്ഞ ഒരു മൂവി. ഒരു പക്ക ലവ് സ്റ്റോറി ത്രില്ലിംഗ് മൂവിയാണ്. ഇതിനോടകം തന്നെ ഒരുപാട് ആൾക്കാർ ഈ പടം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റിയ ഒരു നല്ലൊരു ലവ് സ്റ്റോറി മൂവിയാണ് ജോ എന്ന് പറഞ്ഞ മൂവി. നല്ല അടിപൊളി പാട്ടുകളും അതോടൊപ്പം തന്നെ പ്രണയത്തിൻ്റെ ആ മാസ്മരിക താളം നഷ്ടപ്പെടുത്താതെയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ കൂടി അടങ്ങിയിട്ടാണ് ഈ പടം നമ്മളെ മുന്നിൽ വന്നത്. അപ്പോൾ ജനങ്ങളെല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ആ പടം നല്ല സൂപ്പർ ഹിറ്റായിരുന്നു. അതിൽ റിയോ രാജ് എന്ന് പറയുന്ന ആളിന് നടനായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് നടിമാരാണ് ഉള്ളത്. ഒന്ന് മാളവിക മനോജാണ്. മാളവിക മനോജിൻ്റെ മലയാളത്തിൽ ആദ്യത്തെ അരങ്ങേറ്റമായിരുന്നു ജോ എന്ന് പറഞ്ഞ മൂവി. തമിഴ്നാട്ടിലെ എല്ലാ ജനങ്ങളും രണ്ട് കൈ നീട്ടി മാളവിക മനോജിനെ സ്വീകരിച്ചു. അവരുടെ അഭിനയം വളരെ നല്ലതായിരുന്നു. അതോടൊപ്പം നല്ലൊരു ഐശ്വര്യം തുളുമ്പുന്ന മുഖത്തോടുള്ള ഒരു കഥാപാത്രമായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. അപ്പം അത് വളരെ ഭംഗിയോടുകൂടി തന്നെ അഭിനയിച്ച് തീർക്കാനായിട്ട് മാളവിക മനോജിന് കഴിഞ്ഞ്. ഫസ്റ്റ് ഹാഫ് കഥ പറയുന്നത് ഒരു കോളേജ് ക്യാമ്പസും അവിടുത്തെ ഒരു പ്രണയവുമാണ്. അപ്പോൾ ആ ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പ് ഒരു സസ്പെൻസ് കാത്തിരിക്കുന്നുണ്ട്. ആ സസ്പെൻസോട് കൂടി തന്നെയാണ് സെക്കൻഡ് ഹാഫിലേക്ക് പടം മുന്നോട്ട് പോണത്. അപ്പോൾ പടത്തിൻ്റെ ക്ലൈമാക്സ് ഒന്നും എടുത്ത് പറയണ്ട. വളരെ വളരെ അടിപൊളിയായിട്ടാണ് ആ ക്ലൈമാക്സ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇത്ര നന്നായതിൻ്റെ പേരിലാണ് ആ പടത്തിന് ഇത്രത്തോളം റിച്ച് കിട്ടിയത് തന്നെ. കാരണം ഒരാൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് ആ സംവിധായകൻ കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ പടം ഇത്ര സൂപ്പർ ഹിറ്റ് ആവാനുള്ള കാരണം. മൊത്തത്തിലെല്ലാവരും നല്ല പാട്ടുകളും നല്ല സുഹൃത്ത് ബന്ധങ്ങളും നല്ല പ്രണയവും ഒക്കെ കൂടി കോർത്തിണക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ആ പടത്തിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടുത്താതെ തന്നെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും അതിൻ്റെ സംവിധായകൻ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംവിധായകന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അതോടൊപ്പം നമ്മൾ കേരളത്തിലെ ആലപ്പുഴ ഭാഗങ്ങളിലും കുറേ ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു പ്രണയ ചിത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവി. അപ്പോൾ എല്ലാവരും കാണാം ഗേഴ്സ്. ഓക്കെ.